എന്നാൽ ഈ ഇഹ്സാനാകുന്ന ത്വരീഖത്ത് അത് ശരീഅത്തിന്റെ ഉലമാക്കളിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല. അത് ത്വരീഖത്തിന്റെ മശായിഖന്മാരിലൂടെ ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ശരീഅത്തിലും അതുപോലെ തന്നെ വിശ്വാസത്തിലും ത്വരീഖത്തിലും അവരിലേക്ക് സിൽസിലത്ത് എന്ന് മുട്ടുന്ന ഒരു ഇമാമിനെ, ഒരു ശൈഖിനെ, ഒരു ഉസ്താദിനെ നമ്മൾ പിൻപറ്റൽ നിർബന്ധമാണ്. അപ്പൊ ദീന പരിപൂർണമാകും. ഈ ഇഹ്സാൻ എങ്ങനെയാണ് നമ്മൾ പിൻപറ്റുക? ത്വരീഖത്ത് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പിൻപറ്റുക? പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തുണ്ട്, നമ്മളുടെ ആത്മാവിന്റെ ലോകം ചർച്ച ചെയ്ത ഒരായത്ത്. അവിടെ കാണാം, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹീദനാ. അല്ലേ? വഇദ് അഖദനാ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം, ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ എല്ലാം അല്ലാഹു അവന്റെ രക്ഷിതാവ് പുറത്തെടുത്തു. അല്ലെ? നമ്മളുടെ റൂഹുകളൊക്കെ, ആത്മാവിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്ക് എടുത്തു. എന്നിട്ട് വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവർക്ക് അവരെ തന്നെ സാക്ഷിയാക്കി നിർത്തുകയാണ് അല്ലാഹു തആല. എന്ത് ചെയ്യാ? എതിർക്കാതിരിക്കാൻ ഭാവിയിൽ നമുക്ക് നമ്മളെ തന്നെ സാക്ഷിയാക്കി നിർത്തി. എന്നിട്ട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അപ്പൊ നമ്മളെല്ലാവരും ആത്മീയ ലോകത്ത് വെച്ചിട്ട് അള്ളാഹുവിനെ കണ്ടവരാണ് നമ്മളുടെ ആത്മാവൊക്കെ. അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവിനോട് നിന്നെ മാത്രം ഞങ്ങൾ എന്ത് ചെയ്തോളാം, ആരാധിച്ചോളാം, നീ മാത്രമേ ലോകത്തുള്ളൂ എന്ന് ആത്മീയ ലോകത്ത് വെച്ചിട്ട് നമ്മൾ ആത്മാക്കൾ അള്ളാഹുവിനോട് സമ്മതിച്ചതാണ്. എന്തിനാ നമ്മളെ തന്നെ നമ്മൾ അല്ലാഹു തആല സാക്ഷി നിർത്തിയത്? അത് പറഞ്ഞു, അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഖിയാമത്ത് നാളിൽ അവരെ പറയാതിരിക്കാൻ വേണ്ടിയാണ്. എന്ത്? ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു റബ്ബേ, ഇങ്ങനെ ഒരു കരാറ് നിന്നെ ഞങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതൊന്നും ഞങ്ങൾ എന്ത് ചെയ്തില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ നിന്നെ അംഗീകരിച്ചു എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? അല്ലാഹു തആല നമ്മളെ തന്നെ സാക്ഷി നിർത്തിയത്. ഈ ഒരു സംഭവം മഹാന്മാരെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് അല്ലാഹു തആല നമ്മളുടെ ആത്മാവിനെ ഇവിടെ പുറത്തേക്ക് എടുത്തത്. ആത്മാവിന് രൂപമുണ്ടോ, ഭാവമുണ്ടോ? ഒന്നുമില്ല. ആത്മാവിന് ഒന്നും തന്നെ ഇല്ല. ഇവിടെ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ചർച്ച നടക്കുന്നുണ്ട് ആത്മാവിന്റെ ലോകത്തെ സംബന്ധിച്ചുള്ള. അവിടെ കാണാം, ഇന്നല്ലാഹ തആല ലറബ മൻകിബഹുൽ ഐമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലത്തെ തുടമ ഒരു അടിയടിച്ചു. വലത്തെ തുടമ ഒരു അടിയടിച്ചു. ആര് പറയാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, فخرجت كل نفس مخلوقة للجنة بيضاء نقية. സ്വർഗത്തിന് വേണ്ടി പടക്കപ്പെട്ട മൊത്തം ശരീരങ്ങളും വെളുത്തവരായിട്ട് പുറത്തേക്ക് വന്നു. ഖിയാമത്ത് നാൾ വരെ ജനിക്കാൻ പോകുന്ന കുട്ടി വരെ പുറത്തേക്ക് വന്നു. നല്ല വെളുത്തവരായിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. എന്നിട്ടോ അല്ലാഹു തആല അവരോട് പറഞ്ഞു, ഹാഉലായി അഹ്ലുൽ ജന്ന, ഇതാണ് സ്വർഗത്തിന്റെ ആളുകൾ. നെക്സ്റ്റ് അടി അടിച്ചു, സുമ്മ ലറബഹു മൻകിബഹുൽ ഐസർ, ഈ ഇടത്തെ തുടങ്ങ ഒരു അടി അടിച്ചു ആദം നബിയുടെ. എന്നിട്ട് ഫഖറജത് കുല്ലു നഫ്സിൻ മഖ്ലൂഖത്തിൻ ലിന്നാർ, നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട എല്ലാ ശരീരങ്ങളും പുറത്തേക്ക് വന്നു, സൗദാ, കറുത്തവരായിട്ട്. എന്നിട്ട് പറഞ്ഞു, ഹാഉലായി അഹ്ലുന്നാർ, ഇവരാണ് നരകത്തിന്റെ ആളുകൾ. എന്നിട്ട് അവരെ പുറത്തെടുത്തിട്ട് പറഞ്ഞു, സുമ്മ അഖദ അഹദഹും അലൽ ഈമാനി ബിഹി, അവരോട് അല്ലാഹു തആല കരാറ് സ്വീകരിക്കുകയാണ്. എന്താ കരാറ്? അല്ലാഹുവിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് കരാറ് സ്വീകരിച്ചു. എല്ലാവരോടും കരാറ് സ്വീകരിച്ചു. വൽ മഅരിഫത്തി ലഹു വ ലിഅംരിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ കൽപ്പനകളെയും ഒക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട് കരാറ് സ്വീകരിച്ചു. വ തസ്ദീഖ് ബി അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾ ഹൃദയം കൊണ്ട് വാസ്തവമാക്കണം എന്ന് പറഞ്ഞു എല്ലാവരോടും എന്ത് ചെയ്തു? അല്ലാഹു തആല കരാറ് സ്വീകരിച്ചു. എന്നിട്ട് അവർക്ക് അവരെ തന്നെ സാക്ഷികളാക്കി നിർത്തി. ഇത് ശരിയല്ലേ? നിങ്ങൾ അംഗീകരിച്ചില്ലേ? അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? അത് രണ്ട് ഗ്രൂപ്പും അംഗീകരിച്ചു. കറുത്ത ഗ്രൂപ്പും അംഗീകരിച്ചു, വെളുത്ത ഗ്രൂപ്പും എന്ത് ചെയ്തു? അംഗീകരിച്ചു. അവര് മനസ്സിലാക്കി
അബ്ബാസ് റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വേറൊരു റിവായത്തിലൂടെ ഈ സംഭവം ഒന്നും കൂടി വിശദമാക്കി പറയുന്നു. നമ്മള് ഈ ഭൗതിക ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളത്, ആത്മാവ്, നമ്മളുടെ ആത്മാവ് അള്ളാഹുവിനെ കണ്ട് അംഗീകരിച്ചവരാണ് ഏതൊരുത്തരെയും. പക്ഷെ ആ ആത്മാവ് ഭൗതികപരമായ ഈ ബോഡിയുമായി ഫിറ്റ് ചെയ്ത് ഈ ഭൗതിക ലോകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയില്ലേ, അതെന്തായിരിക്കണം? മഹാനവറുകൾ വേറൊരു ഹദീസിലൂടെ ഒന്നും കൂടി വ്യക്തമാക്കി തരുന്നുണ്ട്. എന്താ സംഭവം എന്നറിയോ? അല്ലാഹു തആല ആദം നബിയുടെ മുതുക് തടവി എന്നൊരു റിവായത്തുണ്ട്. എന്ത് തടവി? മുതുക് തടവി. നേരത്തെ പറഞ്ഞത് ഇടത്തെ തുടയും വലത്തെ തുടയാണല്ലോ. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സൃഷ്ടിക്കാൻ പോകുന്ന മൊത്തം ആളുകളും പുറത്തേക്ക് വന്നു. ഖിയാമത്ത് നാൾ വരെ ഇനി ആ ഖിയാമത്ത് നാൾ, ആ പുറത്തേക്ക് വന്ന കുട്ടി ഇവിടെ ജനിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അതാദ്യം നീ മനസ്സിലാക്കുക. അപ്പൊ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സൃഷ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് സൃഷ്ടിക്കുന്ന എല്ലാവരും പുറത്തേക്ക് വന്നു. അവരോടൊക്കെ അല്ലാഹു ഒരു ഉടമ്പടി, ഒരു കരാർ സ്വീകരിച്ചു. എന്താ? അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് ഒരു വസ്തുവിനോടും ശിർക്ക് വെക്കാൻ പാടില്ല. ഇത് എന്ത് ചെയ്തു? ഉടമ്പടി സ്വീകരിച്ചു. എന്നിട്ട് പിന്നെ അവരൊക്കെ അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലേക്ക് തന്നെ മടക്കി. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫലൻ തഖൂമ അസ്സാഅ, ഖിയാമത്ത് നാളിൽ ഇനി സംഭവിക്കൂല, ഹത്താ യൂലദ മൻ അഅതൽ മീസാഖ യൗമൈദിൻ, അന്ന് കരാർ സ്വീകരിച്ച എല്ലാവരും ഈ ഭൂമി ലോകത്ത് പ്രസവിക്കപ്പെടുന്നത് വരെ. എന്നിട്ട് പറയാ, ഫമൻ അദ്റക മിൻഹുൽ മീസാഖൽ ആഖർ, അവരിൽ നിന്ന് രണ്ടാമതൊരു കരാർ സ്വീകരിക്കുന്ന ഒരാള് ഈ ഭൗതിക ലോകത്ത് വന്നിട്ട് രണ്ടാമതൊരു കരാർ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അതിനെ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ആൾക്ക് ആദ്യം നടന്ന ഉടമ്പടി ഉപകാരപ്പെടും. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല? അപ്പൊ ആത്മീയ ലോകത്ത് അള്ളാഹുവോട് ചെയ്ത ഉടമ്പടി ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ അവന്റെ ആ ഉടമ്പടി സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ ലോകത്ത് സംവിധാനിച്ച അമ്പിയാക്കൾ, അവരുടെ പകരക്കാരായ മശായിഖുമാരിൽ നിന്ന് രണ്ടാമത് നീ കരാർ എന്ന് കൊടുക്കുന്നോ അന്നേ നിന്റെ ഒന്നാമത്തെ കരാർ കൊണ്ടെത്തിയുള്ളൂ, ഉപകാരം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ ഉടമ്പടി ഒരു ശൈഖിന്റെ മുന്നിൽ നിന്നോ ഒരു നബിയുടെ മുന്നിൽ നിന്നോ നീ സ്വീകരിച്ചില്ല നോക്കുക, രണ്ടാമത്തെ കരാർ നിനക്ക് കിട്ടി. അള്ളാഹു അതിനുള്ള ഭാഗ്യം തന്നവരാണ് നമ്മളിവിടൊക്കെ. ഈ ഭൗതിക ലോകത്ത് വന്നിട്ട് രണ്ടാമത് ഈ ലോകത്ത് എന്ത് ചെയ്തിട്ട് ഒരു കരാർ പുതുക്കാൻ, ആത്മീയ ലോകത്ത് നമ്മൾ നടത്തിയ കരാർ പുതുക്കാൻ ഭാഗ്യം തന്നവരാണ്. അങ്ങനെ ലഭിച്ചു. ഫലം യഖിറുബി, ഇനി ഒരാൾക്ക് രണ്ടാമത് ഭൗതിക ലോകത്ത് വന്നിട്ട് ഈ കരാർ പുതുക്കാനുള്ള അവസരം വന്നു. അവസരം വന്നാൽ ഈ ഭൂമുഖത്ത് നീ ജനിച്ച് ഈ ഭൗതിക ബോഡിയോടുകൂടെ ഈ ദുനിയാവിൽ ജീവിച്ചു. പക്ഷെ ഫലം യഖിറുബി, നീ എന്ത് ചെയ്തില്ല? ഈ രണ്ടാമത്തെ കരാറിനെ പുതുക്കിയതുമില്ല. ജീവിതത്തിൽ രണ്ടാമത്തെ കരാറിനെ എന്ത് ചെയ്തില്ല? പുതുക്കിയില്ല. എന്നെല്ലാം ഒന്നാമത്തെ കരാർ എനിക്ക് എന്ത് ചെയ്യൂല? ഉപകാരപ്പെടൂല. ഒന്നാമത്തെ കരാർ ഉപകാരപ്പെട്ടില്ലെങ്കിൽ അവൻ നശിച്ചവനല്ലേ. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടൊരു സംശയം വന്നേക്കാം, ഈ ചെറിയ കുട്ടികളൊക്കെ നേരത്തെ മരിച്ചു പോകുന്നുണ്ടല്ലോ ഇതൊന്ന് പുതുക്കാതെ. ബുദ്ധി എന്ന് പറയുന്ന പ്രായപൂർത്തി എത്തിയിട്ട് കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാനുള്ള പക്വത അല്ലാഹു തആല തന്നിട്ട് നീ ഈ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന മശായിഖന്മാർ ഇവിടെ ഉണ്ടായിട്ട് അവരിൽ നിന്ന് കരാർ പുതുക്കിയില്ല എങ്കിൽ നീ എന്താണ്? തെറ്റുകാരൻ തന്നെയാണ്. നേരെ മറിച്ച് കുട്ടികളോ അവിടെ പറഞ്ഞു, ഒരാൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. രണ്ടാമത് കരാർ ഒരു ശൈഖിന്റെ മുന്നിൽ നിന്ന് പുതുക്കാനുള്ള അവസരം ആൾക്കുണ്ടായില്ല. കാരണം കുട്ടിയല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വത എത്തിയിട്ടില്ലല്ലോ. എന്നാൽ ഒന്നാമത്തെ അതേ കരാറിന്റെ മേൽ തന്നെയാണ്
എനിക്കുള്ളത്. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ കരാറ് പുതുക്കുക